എൻട്രി ടീച്ചിങ് എക്സാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HSA നോട്ടിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 71,000 ആപ്ലിക്കൻസ് ആണ് HSA നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസിനാണ്, HSA ഫിസിക്കൽ സയൻസിനാണ്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ അവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ സീരിയസ്നെസ് പല ആൾക്കാർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു കേരള PSCയുടെ HSA എക്സാമിനെ അഭിമുഖീകരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ, അതിന് മുമ്പേ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് അറിയുന്നതിന് തൊട്ട് മുമ്പേ പഠിച്ചു തുടങ്ങുന്നവർ, അതിന് ശേഷം അതായത് എക്സാം ഡേറ്റ് അറിയിക്കുമ്പോൾ കേരള PSC അറിയിക്കുമ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ, ഈ ഒരു 3 കാറ്റഗറീസാണ് പ്രധാനമായിട്ടും കാണപ്പെടാറുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫസ്റ്റ് തൊട്ട് പഠിച്ച് തുടങ്ങുന്നവരെന്നാണ്. പക്ഷേ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങുന്നവരെയും നമുക്ക് ആ വിജയിക്കുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എങ്ങനെ? വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള ഡൗട്ടുകളൊക്കെയാണ്. അപ്പോൾ അതൊരു പല സ്റ്റഡി പ്ലാനുകൾ ഡൗൺലോഡ് ചെയ്യുന്നു, പല സെക്ഷനിൽ നമ്മൾ നോക്കുന്നു, സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒന്നും വർക്കൗട്ട് ഒന്നുമില്ല, പല കാര്യങ്ങളും വർക്കൗട്ട് ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള ഈ ഫിസിക്കൽ സയൻസിന് വേണ്ടി എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 30 ദിവസം എന്ത് പഠിക്കണം, കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ തരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി പ്ലാൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ക്ലാസ് അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് അടിക്കണം, അത് വേറെ കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ആദ്യത്തെ 30 ദിവസം നമ്മുടെ ഞങ്ങളുടെ യൂസേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. ഫിസിക്കൽ സയൻസിൻ്റെ 30 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സ് പർച്ചേസ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ മാത്രമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് ഈ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ഡേയ്സിനും എൻട്രിയിൽ ഇവിടെ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് മിഷൻ എന്നാണ്. മിഷൻ 1, മിഷൻ 2, മിഷൻ 3, അങ്ങനെ 150 ഡേയ്സ് ഉണ്ടെങ്കിൽ മിഷൻ 150 ഡേയ്സ്, 150 ദിവസത്തെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പുതിയൊരു ബാച്ചൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഫിസിക്കൽ സയൻസോട് ബേസ് ചെയ്തിട്ടുള്ള മിഷൻ 1 ഡേ 1 4 വീഡിയോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിക്കൽ സയൻസിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിനുസാറിൻ്റെ ക്ലാസ്സിലുണ്ട്, ഉണ്ണി സാറിൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ആറ്റം മോഡൽസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, മോഷൻ 1, മോഷൻ 2 ക്ലാസ്സുകൾ. നെക്സ്റ്റ് മിഷൻ 2 വരികയാണെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രം, ബോർ ആറ്റം മോഡൽ, മോഷൻ 3, മോഷൻ 4 ക്ലാസ്സുകൾ. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു 10 ഡേയ്സ്, ഓക്കെ, ഒരു 10 ഡേയ്സ് അല്ല 5 ഡേയ്സ്, മിഷൻ 3, മിഷൻ 4, മിഷൻ 5, അങ്ങനെ 5 ഡേയ്സ് വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഓരോ സാറുമാരും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഒരു റിവിഷൻ ഡേ ഉണ്ട്. റിവിഷൻ ഡേയുടെ പ്രാധാന്യം എന്തെന്നാൽ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. റിവിഷൻ ഡേ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ 5 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിയുമ്പോഴും കറക്റ്റായിട്ട് എൻട്രി നിങ്ങൾക്ക് റിവിഷൻ ഡേ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പഠനത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിവിഷൻ ഡേയ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ക്ലാസ്സുകളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മാർക്ക് ചെയ്യണം. അത് അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വയം വിലയിരുത്താം. അങ്ങനെ 30 ഡേയ്സ് അടങ്ങുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ എൻട്രിയിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രി യൂസേഴ്സ് കൊടുക്കുന്ന ഈ ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അതിനുശേഷം സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 30 ദിവസം എന്തൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേവലാതി വേണ്ട. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഞാൻ എഗെയിൻ വരുന്നതാണ്. ഞാനെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വിനുസാറ് വരുന്നതാണ്. സോ അങ്ങനെ 30 ദിവസം അങ്ങനെ ആ ഒരു 30 ഡേയ്സ് കവറപ്പ് ചെയ്ത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എൻട്രിയിൽ HSAയുടെ മാസ്റ്റർ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്.
ഫിസിക്കൽ സയൻസിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും സോഷ്യൽ സയൻസ് വരാനിരിക്കുന്ന സോഷ്യൽ സയൻസിനും അതുപോലെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, മലയാളം, എല്ലാവിധ ഹിന്ദി എല്ലാത്തിനും മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെറും 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മാസ്റ്റർ ബാച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈ മാസ്റ്റർ ബാച്ച് റേറ്റ് ഇപ്പം കോഴ്സ് ഓഫറിലാണ്, 1 ഫീസ് ലെവലാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 120 ഡേയ്സ് ബാച്ചാണ്. 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള, നമ്മൾ തൊട്ടുമുമ്പേ കണ്ട അതേ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഈ ഒരു മാസ്റ്റർ ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത് ഇത് അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി ആണ്. എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ തൊട്ടുമുമ്പേ പറഞ്ഞ റിവിഷൻ ക്ലാസ്സിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഡെയിലി ലൈവ് എക്സാംസ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, 50+ മോക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും, 100-ലധികം മോഡൽ എക്സാമുകൾ, PYQ ഡിസ്കഷനിൽ വളരെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും അതിൻ്റെ അനുബന്ധിച്ചുള്ള എക്സാമുകൾ, ടെലഗ്രാം സപ്പോർട്ട്, അതുപോലെ തന്നെ വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് NCERT SCERT പാക്കുകൾ, അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയുന്നുണ്ടല്ലോ. HSA ആസ്പിരൻസിന് അറിയാം NCERT SCERT സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ, കാരണം കുറേ ക്വസ്റ്റ്യനുകൾ അവിടെ നിന്നാണ് വരുന്നത്. സോ അതിൻ്റെ ഒരു സെപ്പറേറ്റ് പാക്കുകൾ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ക്ലാസ്സസ്. ഇത്രയും ബേസ്, ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു കോഴ്സാണ് HSA മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വെറും 5,000 രൂപയ്ക്ക്, 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.